നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് പുതിയൊരു പ്രഭാതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കർക്കിടകം 1 രാമായണ മാസാരംഭമായിട്ടാണ് ഹൈന്ദവ വിശ്വാസികളൊക്കെ കർക്കിടകം 1 കാണുന്നത്. അതുകൊണ്ടാണ് സാധാരണ 6:30 നമ്മൾ കാണാറുള്ളതാണ്. ഇന്ന് 7 മണിയിലേക്കുമായത്. ഇനിയുള്ള ഒരു മാസം രാവിലെ 6 മുതൽ 7 മണി വരെ രാമായണ പാരായണമായിരിക്കും നിങ്ങൾ കേൾക്കുക. ഇനി നമ്മൾ പോകുന്നത് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. ആ വാർത്തകളിലേക്ക് വരുമ്പോൾ ഏറ്റവും ആശങ്കയാവുന്നത് വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് അത്യുത്തര കേരളത്തിൽ കനത്ത മഴയാണ്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തിപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് 5 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നമുക്ക് തലക്കെട്ടിന് ശേഷം വിശദമായി പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തം. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടങ്ങൾ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഞായറാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിന് ശ്രമം തുടരുന്നു. ശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കൊല്ലപ്പെട്ട യമനി പൗരൻ തലാൽ മെഹദിയുടെ കുടുംബം. അനുനയ ചർച്ചകൾ മുന്നോട്ട്. ഷാർജയിൽ ജീവനൊടുക്കിയ വിപഞ്ചികയുടെ മകളുടെ സംസ്കാരം ഇന്ന് UAE-യിൽ. തീരുമാനം സംസ്കാരം വൈകിക്കുന്നത് ഒഴിവാക്കാനെന്ന് കുടുംബം. വിപഞ്ചികയുടെ ആത്മഹത്യയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിശ്വാസമെന്നും പ്രതികരണം. കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിൽ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിലും റിലീസ്. ആദ്യ പ്രദർശനം രാവിലെ 10-ന്. സുരേഷ് ഗോപിയും അണിയറ പ്രവർത്തകരും തൃശൂർ രാഗം തിയേറ്ററിൽ കാണും. പാലക്കാട്ട് നിപ്പ സംശയിക്കുന്നയാളുടെ സാമ്പിൾ സ്ഥിരീകരണത്തിനായി പൂനെ ലാബിലേക്ക് അയച്ചു. സമ്പർക്ക പട്ടികയിൽ 385 പേർ. പാലക്കാട് മെഡിക്കൽ കോളേജിൽ 7 പേർ ഐസൊലേഷനിൽ. സിറിയയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ഇന്നലെ ഡമാസ്കസിലെ സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം. വടക്കൻ മേഖലയിൽ സൈന്യവും ഡ്രൂസ് സായുധ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നതായും റിപ്പോർട്ട്. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടൽ ഉണ്ടാവുമെന്ന് അമേരിക്ക. നിരവധി പേരെ കൊന്ന് കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ ധർമ്മസ്ഥലയിൽ കോടതി ഉത്തരവിന് പുല്ലുവില. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷയൊരുക്കാതെ പോലീസ്. വിശദമായ അന്വേഷണം വേണമെന്ന നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല. പ്രദേശത്ത് പരിശോധന വൈകുന്നതിലും ദുരൂഹത. വിശദമായ വാർത്തകൾ നോക്കാം. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയാണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഭവ്യ പാർവതി. ഭവ്യ, ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ മഴ ശക്തമായി പെയ്യുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ കോഴിക്കോട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ, മലയോര മേഖലകളിലൊക്കെ വലിയ ആശങ്കയുടേതായിരുന്നു. നിലവിൽ എന്താണ് സാഹചര്യം? എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന അറിയിപ്പുകൾ? ശ്രീജ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ഇടവേളയ്ക്ക് ശേഷം കനത്ത മഴയാണ് സംസ്ഥാനത്ത്. അതിൽ പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കൻ ജില്ലകളിൽ മഴയുണ്ട്. പക്ഷേ ഇപ്പോൾ അത് വലിയ കനത്ത മഴയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്ന് 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് തുടങ്ങിയ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒരിടത്തും നിലവിൽ റെഡ് അലർട്ട് ഇല്ല എന്നുള്ളൊരു വിവരമുണ്ട്. ഒപ്പം 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച വരെ കനത്ത മഴ വടക്കൻ ജില്ലകളിൽ ഉണ്ടാകും. സംസ്ഥാനത്തുടനീളം മഴ ഉണ്ടാകും എന്നുള്ള വിവരമാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇതിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നുള്ളൊരു നിർദ്ദേശം
നിർദ്ദേശം ലഭ്യമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയുള്ളത്. ഇതിൽ പ്രധാനമായും കാസർഗോഡും കോഴിക്കോടും കനത്ത മഴയാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നിരവധി ഇടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി കോഴിക്കോട് ജില്ലയിൽ മലയോര പ്രദേശങ്ങളിലാണ് കൂടുതൽ മഴയുള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മലയോര പ്രദേശങ്ങളിൽ വലിയ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഗതാഗത നിയന്ത്രണമുണ്ട് പലയിടത്തും. അതേസമയം തന്നെ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ പ്രദേശവാസികൾക്കടക്കം കൃത്യമായി ലഭിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി എന്നുള്ള വിവരം ലഭിക്കുന്നു. അവിടെ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. കുറ്റ്യാടി മരുതോങ്കര പഞ്ചായത്തിലെ പശുക്കടവിൽ ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ട്. അവിടെ നിന്ന് 14 കുടുംബങ്ങളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ഈ മരുതോങ്കരയുടെ സമീപ പ്രദേശമായ തൊട്ടിൽ പാലത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. നിലവിൽ അത്തരത്തിലുള്ളൊരു വലിയ ആശങ്കയിലേക്ക് പോവേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഇതേ സ്ഥലത്ത് തന്നെ, അതായത് കോഴിക്കോട് ഉള്ള തന്നെ ഈങ്ങാപ്പുഴയിലെ ദേശീയപാതയിലും വെള്ളം കയറിയെന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നിർദ്ദേശപ്രകാരം അത്യാവശ്യ വാഹനങ്ങൾക്ക് ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളല്ലാത്ത വാഹനങ്ങളെ മാത്രമേ നിലവിൽ താമരശ്ശേരി ചുരം വഴി കടത്തിവിടുന്നുള്ളൂ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഇത്തരത്തിൽ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഒപ്പം ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് കാസർഗോഡ് ചെറുവത്തൂർ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്നുള്ള വിവരം ലഭ്യമാകുന്നുണ്ട്. മുൻപ് വിള്ളൽ കണ്ട ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ വിള്ളൽ കണ്ട ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇടിഞ്ഞു വീഴുന്നത്. ഈ മലയുടെ താഴ്ഭാഗത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നു. നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഒരു ജില്ലയിലും ഇപ്പോൾ റെഡ് അലേർട്ടില്ല. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മാത്രമാണ് ഉള്ളത്. ശ്രീജ. ശരി, ഭവ്യ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോഴിക്കോടിൻ്റെ ഉൾപ്പെടെ മലയോര മേഖലയിൽ വലിയ ആശങ്കയുള്ള സമയമാണ്. എല്ലാവരും ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് ഈ മണ്ണിടിഞ്ഞ് വീഴുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് കനത്ത മഴ പെയ്യുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഭീതി ഉണ്ടാക്കുന്നത്. അത്തരം മേഖലകളിൽ വലിയ ജാഗ്രത തന്നെ പാലിക്കണം. കനത്ത മഴയിൽ കാസർഗോഡ്, ഇപ്പോൾ ഭവ്യ പറഞ്ഞതുപോലെ കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട്ടുമലയിലെ വനഭൂമി പിളർന്ന് താഴ്ഭാഗത്തെ വീടുകളിലേക്ക് പതിക്കുകയായിരുന്നു. പ്രദേശവാസി വിനീതയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണും മരങ്ങളും ഒക്കെ വീണത്. 4 വീടുകളിൽ 15ഓളം പേരെ അവിടെ നിന്ന് മാറ്റി. രാത്രി ഉണ്ടായ ശക്തമായ മഴയിലാണ് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞത്. കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുമോ എന്നൊരാശങ്ക ആ ഭാഗത്തുണ്ട്. എല്ലാവരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ മാസം മലയിലെ വിള്ളൽ കണ്ടെത്തിയ ഭാഗത്തായിരുന്നു ഈ മണ്ണിടിച്ചിൽ. അംബേദ്കർ ഉന്നതിയിൽ 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തും അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ഇനി അടുത്തത് ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. ദമാസ്കസിലെ സിറിയൻ ഭരണകൂടത്തിന്റെ സൈനിക ആസ്ഥാനം ഇസ്രയേൽ ആക്രമിച്ചു. ആക്രമണത്തെ തുടർന്ന് പിന്നിലുള്ള ഒരു കെട്ടിടത്തിൽ ബോംബ് പതിച്ചതിനാൽ ഒരു സിറിയൻ ടെലിവിഷൻ റിപ്പോർട്ടർ സീറ്റിൽ നിന്ന് ഭയന്നോടുന്ന ദൃശ്യം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. തെക്കൻ സിറിയയിലെ ഡ്രൂസ് വിഭാഗത്തിന് നേരെ സിറിയൻ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്കുള്ള പ്രതികരണമാണ് ആക്രമണം എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. വടക്കൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് വിവരം. സ്വീഡ പ്രവിശ്യയിൽ സിറിയൻ സേനയും ഡ്രൂസ് സായുധ സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലും തുടരുകയാണ്. غارة جديدة وائل، غارة جديدة وائل، غارة ثانية، غارات عنيفة جدا. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സിറിയയിലും ഇത്തരത്തിലുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വീണ്ടും വരികയാണ്. ഇതിന് സമാനമായ ഒരു ദൃശ്യം നമ്മൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നടക്കുമ്പോൾ കണ്ടിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി തൊട്ട് സിറിയൻ മന്ത്രി തന്നെ പങ്കുവച്ചതിന് പിന്നാലെ വലിയ രീതിയിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയാണ് പങ്കുവച്ചത്. ഇന്നലെ എത്രത്തോളം കാര്യമായ ആക്രമണമാണ് ദമാസ്കസിന് നേരെ ഉണ്ടായത്? അത് തുടരും എന്നതാണോ സാഹചര്യം?
തീർച്ചയായും ശ്രീജ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനെതിരെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് സിറിയയാണ്. ദമാസ്കസിൽ കൃത്യമായി തന്നെ സൈനിക ആസ്ഥാനത്തും പ്രസിഡൻഷ്യൽ കൊട്ടാര വളപ്പിലും അവിടെയാണ് കൃത്യമായി തന്നെ ഇവിടെ ഇസ്രായേൽ ആക്രമണം സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായി നമ്മൾ ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഒരു ന്യൂസ് ആങ്കറിൻ്റെ എഴുന്നേറ്റ് പോകുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല അവിടെ ആ ഫീൽഡിൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല മാധ്യമ പ്രവർത്തകരുടെയും വീഡിയോ ക്യാമറകളിൽ തന്നെ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദ്രൂസ് വിഭാഗത്തെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ തെക്കൻ സ്വീഡ പ്രവിശ്യയിൽ ഈ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അതിൽ ഏകദേശം 300ഓളം പേർ കൊല്ലപ്പെട്ടു. ഇതിൽ ദ്രൂസ് ന്യൂനപക്ഷ വിഭാഗത്തിൽ ഏകദേശം 92 മുതൽ 100 പേരോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനൊരു പ്രതികാര നടപടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സിറിയയിൽ ഒരു ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവർ അറിയിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ആക്രമണത്തിന് ശേഷം തിരക്കിട്ട ചർച്ചകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നു. സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയ ഒരു പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു ആക്രമണം സംഭവിക്കുന്നത് എന്നതുകൂടി എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ സിറിയയ്ക്ക് ഈ ഒരു ശക്തമായ ഒരു ആക്രമണം നേരിടേണ്ടി വരുമ്പോഴേക്കും ഈ ഒന്നുകൂടി കെട്ടിപ്പടുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ ഇസ്രായേലിലെ ഈ ആക്രമണം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഏകദേശം 10 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. നിലവിലത്തെ റിപ്പോർട്ടുകൾ മാത്രമാണ്. ഇനിയും കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടും. ഏകദേശം 50ഓളം പേർ സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെയും എണ്ണം കൂടാൻ തന്നെയാണ് സാഹചര്യമുള്ളത്. എന്തായാലും തെക്കൻ സിറിയയിലെ ദ്രൂസ് സമൂഹത്തെ ആക്രമിക്കുന്ന ഈ സിറിയൻ സേനയെ നശിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ഈ ദ്രൂസ് സേനയെ സംരക്ഷിക്കുക, അത് ഏത് വിധേനയും തങ്ങൾ സംരക്ഷിക്കും, അത് തങ്ങളുടെ കടമയാണ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ കൃത്യമായ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ദ്രൂസ് സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സിറിയയിൽ നടത്തുന്ന ഈ ആക്രമണം അത് നിർത്തിവെച്ചാൽ ഇസ്രായേൽ നിർത്തും, അല്ലാത്ത പക്ഷം ശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ ആശങ്ക തന്നെയാണ് സിറിയയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ സൈനിക ആസ്ഥാനത്തും ഈ പ്രസിഡൻഷ്യൽ ഏരിയയിലുമാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ജനത എല്ലാവരും തന്നെ പരിഭ്രാന്തരായി ഓടുന്നതെല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി നടത്തിയ ഒരു ആക്രമണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്നും ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിൽ പോലും എത്രയും വേഗം തന്നെ ഇത് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഈ യുദ്ധമുഖത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം എത്രയും വേഗം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതും കൂടി ഏറ്റവും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമായിരിക്കും. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഈ സുവൈദയിലെ ഗോത്ര സംഘർഷത്തിൽ ഏതാണ്ട് 250 പേർ കൊല്ലപ്പെട്ടതാണ് ഈ സിറിയൻ ഒബ്സർവേറ്ററി പോലെയുള്ള സംഘടനകളൊക്കെ പറയുന്നത്. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധമാണ് അവിടെ നടന്നിരുന്നത്. സുന്നികളായ ബിദൂൻ ഗോത്രം അതൊരു വിഭാഗം, മറുവശത്ത് ഈ സുവൈദ ഗോത്രം, ഇങ്ങനെ 2 വിഭാഗങ്ങളായി നിന്നു. അതിൽ ഈ ബിദൂൻ ഗോത്രത്തിനൊപ്പം സിറിയൻ സർക്കാർ നിന്നപ്പോഴാണ് സുവൈദയ്ക്കുള്ള പിന്തുണ എന്ന നിലയ്ക്ക് അതിലേക്ക് ഇസ്രായേൽ കടക്കുന്നത്. അത് പക്ഷേ സിറിയ നശിപ്പിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തുന്നത്. അങ്ങനെ ആ ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യത്തിലാണ് ഇന്നലെ പ്രതിരോധ മന്ത്രാലയത്തിന് അടുത്തേക്കൊക്കെ ആക്രമണം എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം. വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം UAE-യിൽ സംസ്കരിക്കാൻ തീരുമാനം. വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. ദുബൈയിൽ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഇതിനിടെ വിഭഞ്ചികയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മരണം ആത്മഹത്യ തന്നെയെന്നാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. പോയി സംസാരിച്ചു. നമുക്കിതേപോലെ ബോഡി വിട്ട് തരണം, 2 പേരുടെയും ബോഡി വേണം എന്നുള്ള ആവശ്യം നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് ഇങ്ങനെയുള്ളൊരു മരണമാണ്, നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നാട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്തെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ അവർ ഒട്ടും തയ്യാറായില്ല. അതായത് നിരീക്ഷും അവർ ഒട്ടും തയ്യാറല്ല അതിന്. അവർക്ക് ഇവിടെ തന്നെ വേണമെന്നാണ് പറയുന്നത്. അപ്പം ഇനി ഇതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഇത് വൈകും. അപ്പം നമുക്ക് ഇനിയും ഇതിങ്ങനെ ഇപ്പം നടന്നിട്ട് 9-10 ദിവസമാകും. ഇനിയും ഇങ്ങനെ നമ്മൾ കുട്ടീനെ ഇങ്ങനെ വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അവർ പറയുന്ന പോലെ നടക്കട്ടെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് സമ്മതിച്ച്, അതായത് വിഭജിക്കയുടെ ശരീരം നമുക്ക് തരും, കുട്ടിയുടെ കാര്യങ്ങൾ ഇവിടെ അവർ ചെയ്യും, നമ്മളും കൂടെ നിൽക്കുമ്പോൾ, അതായത് നമ്മളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പിരിഞ്ഞിരിക്കുന്നത്.
വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, സങ്കടമുള്ള കാര്യമാണ്, അമ്മയും കുഞ്ഞുമാണ്. പക്ഷേ അച്ഛന് കുഞ്ഞിന് അവകാശമുണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നലെ കോൺസുലേറ്റിൽ നടന്ന ഒരു സമവായ ചർച്ചയിൽ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അതേസമയം നിയമ പോരാട്ടം തുടരും. ഇന്നിപ്പോൾ അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നുണ്ട്. വിഭജികയുടെ കുടുംബം നൽകിയ പരാതി. എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാനിരിക്കുന്നത്? ശ്രീജ, നിയമ പോരാട്ടത്തിനൊപ്പം തന്നെ വൈകാരികമായ തലത്തിൽ കൂടി ഈ കേസിൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം വിഭജികയുടെ കുടുംബം പറയുന്നത്, അമ്മ ശൈലജയും സഹോദരൻ വിനോദും പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ മൃതശരീരം ഇങ്ങനെ വെച്ച് മത്സരിക്കാൻ തങ്ങളില്ല എന്ന കാര്യമാണ്. എത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ സംസ്കാരം നടത്തണം എന്ന് തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ UAE നടന്ന ചർച്ച, അവിടുത്തെ കോൺസുലേറ്റിൽ നടന്ന ചർച്ച, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ പരാമർശം, ഇതെല്ലാം തന്നെ കുടുംബം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സംസ്കാരത്തിന് അവർ സമ്മതിക്കുന്നത്. മാത്രമല്ല 1.5 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ മൃതദേഹം വെച്ച് തമ്മിലുള്ള ഒരു പോരിന് തങ്ങൾ തയ്യാറല്ല എന്ന കാര്യമാണ് ഈ കുടുംബം പറയുന്നത്. ഇന്ന് സംസ്കാരം നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതേസമയം തന്നെ ഇന്ന് ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു രാജ്യത്ത് നടക്കുന്നൊരു കാര്യമാണ്. എങ്ങനെ കുഞ്ഞിൻ്റെ സംസ്കാരം അവിടെ നടത്തരുത് എന്ന് പറയാൻ കഴിയുമെന്ന് വാക്കാൽ കഴിഞ്ഞ ദിവസം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പരാമർശമുണ്ടായിരുന്നു. പക്ഷേ വിഭജികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും. അതിനുവേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ, അതിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ, അവർ സമീപിച്ച ആളുകളെല്ലാം തന്നെ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു നൽകിയിരുന്നു. ഏതായിരുന്നാലും കൊല്ലത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭർത്താവ് നിതീഷിനെതിരെ നിയമപോരാട്ടം തുടരും എന്ന് തന്നെയാണ് വിഭജികയുടെ കുടുംബം പറയുന്നത്. ഭർത്താവിൻ്റെ സഹോദരിയും ഈ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്, പിതാവിനെയും പ്രതിയാക്കിയിട്ടുണ്ട്. 3 പേരാണ് ഈ കേസിൽ പ്രതികളായുള്ളത്. 3 പേരുടെ ഭാഗത്തു നിന്നും മാനസികവും ശാരീരികവുമായ അതിക്രമം ഉണ്ടായി എന്നതാണ്. നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ട് എന്ന് പറഞ്ഞ് വിഭജികയുടെ തലമുണ്ടനം ചെയ്തു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. നേരത്തെ ഈ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ വീട്ടിൽ നേരിട്ടത് അതിക്രൂരമായ പീഡനമാണ്. തൻ്റെ സാലറി പോലും തനിക്കെടുക്കാൻ കഴിയാത്ത നിലയുണ്ടായിരുന്നു. തൻ്റെ ശമ്പളം പ്രതീക്ഷിച്ച് ആ കുടുംബം നീങ്ങിയെന്ന കാര്യം വിഭജിക പറയുന്നു. ആ തരത്തിൽ അതിക്രൂരമായി ആ പെൺകുട്ടിയെ അവിടെ പീഡിപ്പിച്ചു എന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നിയമവശമുണ്ട്, നിയമ പോരാട്ടമുണ്ട്. കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നൽകുക എന്ന കാര്യം, അതിൽ ഈ കുടുംബം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. വധശിക്ഷ നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത. ദിയാധനം സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കുടുംബമുള്ളത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു. എൽദോ, ഈ വിഷയത്തിൽ സമവായ ചർച്ചകൾ പല തലത്തിലായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് തൽക്കാലത്തേക്കെങ്കിലും വധശിക്ഷ മാറ്റിവെക്കാനൊരു തീരുമാനം. പക്ഷെ അതിൽ കുടുംബത്തിൽ പലരും തീർത്തും അതൃപ്തരാണ് എന്ന വിവരങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സഹോദരൻ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും കേട്ടു. നിമിഷയുടെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഏത് തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ശ്രീജ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നിമിഷപ്രിയയുടെ ദയാധനം അതിനെ ചൊല്ലിയുള്ള ക്രെഡിറ്റ്, അല്ലെങ്കിൽ വധശിക്ഷ നീട്ടിവെച്ചതിനെ ചൊല്ലിയുള്ള ക്രെഡിറ്റ് തർക്കം വലിയ തോതിൽ യമനിൽ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംയമനം പാലിക്കുക, കൂടുതൽ ചർച്ചയിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നു. എന്തായാലും ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലാലിന്റെ സഹോദരൻ മെഹദി ഇതിൽ ഒരു നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു തരത്തിലും ദയാധനം വാങ്ങി രക്തത്തെ വിൽക്കാൻ കഴിയില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. എന്തുകൊണ്ട് ഈ വധശിക്ഷ നടപ്പാക്കിയില്ല എന്നുള്ളത് അത് ദൗർഭാഗ്യകരമാണെന്ന് അദ്ദേഹം കുറിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ് ഇതിൽ ഏറ്റവും നിർണായകം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബത്തിൽ ഒരു വിഭാഗം ഈ ദയാധനം സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കുന്നതിൽ, ഒരു സമവായത്തിലേക്ക് എത്തുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരവും യമനിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ചും സൂഫി പണ്ഡിതന്മാർ ഇടപെട്ടതുകൊണ്ട് തന്നെ അതാണ് അവരെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതും സ്വാധീനത്തിന് വഴങ്ങാൻ പ്രേരിപ്പിക്കുന്നതും. പക്ഷേ അപ്പോഴും ഈ സഹോദരൻ മെഹദിയുടെ നിലപാടാണ്, കർശന നിലപാടാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നറിയേണ്ടത്. അദ്ദേഹം ഒരു സമ്മതം അറിയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയൊരു ആശ്വാസ വാർത്ത കേരളത്തിലേക്കും പാലക്കാട്
പാലക്കാട്ടേക്കുമൊക്കെ എത്തുമെന്നുള്ളതാണ്. വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ വിജയമായി നമ്മൾ കാണുന്നു. പക്ഷേ അപ്പോൾ പോലും ഈ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആർക്കാണ് ഇതിന് ക്രെഡിറ്റ് എന്നുള്ള ചർച്ചകളാണ് വലിയ തോതിൽ വിഷയമായത്, വിവാദമായത്. ഇനി ഈ സൂഫി പണ്ഡിതന്മാർക്കെതിരെയുള്ള ചില അപവാദ പ്രചാരണങ്ങൾ അതും യമനിലെ ഈ ചർച്ചകൾക്കിടയിൽ ഉയർന്നു വന്നു. അത്തരത്തിൽ ഉള്ള ചർച്ചകൾ പോലും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ സമവായ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും പരമാവധി ശ്രമം തുടരുകയാണ്, ഊർജിതമായിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2018 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷാവിധി അത് ശരിവെച്ചത് പരമോന്നത കോടതി 2024 ഇന്നലെയായിരുന്നു ആ വധശിക്ഷ നടപ്പാക്കേണ്ടത്. എന്താണെങ്കിലും വലിയൊരു ഇടപെടൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുണ്ടായി. അതേ തുടർന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വധശിക്ഷ നീട്ടിവെക്കുന്നത്. എപ്പോഴത്തേക്ക് വധശിക്ഷ നടപ്പാക്കണമെന്നുള്ളത് ആ ഉത്തരവിലില്ല. കുടുംബവുമായി ചർച്ച നടത്തുകയാണ്. ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാകും വരെ വധശിക്ഷ നീട്ടിവെക്കണമെന്നുള്ളതായിരുന്നു ഹർജി. അപ്പോൾ അത് പ്രകാരം തന്നെ ഒരു തീരുമാനമാകുന്നതുവരെ അതിൽ ഒരു വ്യക്തത കുറവ് ഉണ്ട്. എന്നാലും പ്രതീക്ഷയോടെ തുടരുകയാണ്, ചർച്ചകൾ തുടരുകയാണ്. അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം അനാവശ്യ പ്രചാരണങ്ങൾ, അനാവശ്യ ചർച്ചകൾ ഉയർത്തരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ മധ്യസ്ഥ ശ്രമം നടത്തുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശ്രീജ. ശരി, എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിലൂടെയെന്ന് വി മുരളീധരൻ. മോചനത്തിനായി കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട്. വിഷയത്തിൽ നിരവധി സങ്കീർണതകളുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു. യമനിൽ നിരവധി സങ്കീർണതകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു വിഷയം യമനിലെ ആഭ്യന്തര യുദ്ധമാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പ്രതിയായിട്ടുള്ള ഒരു കൂട്ടുപ്രതി യമൻകാരനായിട്ടുള്ള അല്ലെങ്കിൽ യമൻ പൗരനായിട്ടുള്ള ഒരാളുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ കുടുംബവുമായിട്ടുള്ള ബ്ലഡ് മണിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ്. ഈ കാര്യങ്ങളിലൊക്കെ നിരവധി സങ്കീർണതകൾ ഉള്ളതുകൊണ്ട് വിദേശകാര്യ വകുപ്പ് എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അത് വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടൽ ഫലപ്രദമായി എന്നാണ് ഇന്നലത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഞാൻ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് ഇത് നീട്ടിവെക്കുന്നത് നമുക്ക് നീട്ടിവെക്കുന്നതിൽ വിജയിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ ധർമ്മസ്ഥലയിൽ കോടതി ഉത്തരവിന് പോലും പുല്ലുവിലയാണ്. കൂട്ടക്കൊലപാതക കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയില്ല. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നതും ദുരൂഹത കൂട്ടുന്നു. കേസിലെ ഏക സാക്ഷിയായ മുൻ ജീവനക്കാരനെ അഭിഭാഷകർ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചെങ്കിലും പോലീസ് എത്തിയില്ല. 2003 കാണാതായ MBBS വിദ്യാർത്ഥിനി അനന്യ ഭട്ടിനെ കൊലപ്പെടുത്തി പ്രദേശത്ത് മൃതദേഹം കുഴിച്ചുമൂടി എന്നാണ് കുടുംബം സംശയിക്കുന്നത്. ഈ കേസിൽ അന്വേഷണം വഴിമുട്ടിയതോടെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. അന്ത്യകർമ്മത്തിനായി മകളുടെ അസ്ഥിയെങ്കിലും കണ്ടെത്തണമെന്നാണ് അനന്യയുടെ അമ്മ സുജാത ഭട്ടിന്റെ ആവശ്യം. കൊൽക്കത്തയിലെ CBI ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു സുജാത ഭട്ട്. മകളുടെ തിരോധാനം അന്വേഷിക്കാനെത്തിയ ഇവരെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ച് അവർ 4 മാസത്തോളം അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ഡിജിറ്റൽ ടെക്നിക്കൽ സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള രാജ്ഭവന്റെ അപ്പീൽ വൈകും. ഇന്ന് ഡൽഹിയിലെത്തുന്ന ഗവർണർ നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം തിങ്കളാഴ്ചയോടെ കോടതിയെ സമീപിക്കാനാണ് ആലോചന. ഗവർണറുടെ ഹർജിക്കെതിരെ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ കേൾക്കാതെ വിധി ഉണ്ടാവരുതെന്നാണ് ആവശ്യം. കേരള സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർ എത്തിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് ഓഫീസിൽ എത്തിയേക്കുമെന്നാണ് കരുതുന്നത്. VCക്ക് സംരക്ഷണം നൽകാൻ പോലീസിന് രാജ്ഭവൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. VC സർവകലാശാല ആസ്ഥാനത്തെത്തിയാൽ SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. ആഴ്ചകൾക്ക് ശേഷമാണ് VC സർവകലാശാലയിൽ എത്തുന്നത്. VC ഒപ്പിടാത്തതിനാൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ലഭിക്കാതെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാണ്. അധികാര തർക്കത്തിൽ സർവകലാശാല ഭരണവും പ്രതിസന്ധിയിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു കണ്ടെയ്നർ ലോറി പിടിയിലായത് അതീവ നാടകീയമായിട്ടായിരുന്നു. ആ ലോറിയുമായി പിടിയിലായ രാജസ്ഥാൻ സംഘത്തെ കസ്റ്റഡിയിൽ വാങ്ങാൻ തമിഴ്നാട് പോലീസ് ഇന്ന് അപേക്ഷ നൽകിയേക്കും. കണ്ടെയ്നർ പരിശോധിച്ചപ്പോൾ ഗ്യാസ് കട്ടർ
കണ്ടെത്തിയിരുന്നു. ATM കവർച്ച ലക്ഷ്യമിട്ടാണ് പ്രതികൾ എത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. ഹരിയാനയിലെ മേവത് സ്വദേശി നാസിർ അഹമ്മദ് ആമിൻ, ഹരിയാന നുഹു സ്വദേശി സുധമിയാസ്, രാജസ്ഥാൻ കമൻ ഭരത്പൂർ സ്വദേശി സൈക്കുൾ ഹനീഫ് എന്നിവരാണ് പിടിയിലായത്. തൃക്കാക്കരയിൽ രാസലഹരിയുമായി പിടിയിലായ റിൻസി മുംതാസിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. റിൻസിക്കായി 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. ലഹരി ഇടപാടിൽ കണ്ണികളായ കൂടുതൽ സിനിമാ പ്രവർത്തകരെ കുറിച്ച് അറിയാനാണ് പോലീസ് ശ്രമിക്കുന്നത്. റിൻസിക്ക് സിനിമാ മേഖലയിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടെന്നാണ് വിവരം. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ റിൻസി സിനിമാ പ്രവർത്തകരുടെ അടക്കം പേരുകൾ പറഞ്ഞിരുന്നു. റിൻസിയും സിനിമാ താരങ്ങളും അണിയറ പ്രവർത്തകരുമായുള്ള നിരന്തര ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് സൂചന. അതേസമയം സിനിമാ പ്രമോഷന്റെ ഭാഗമായാണ് ഇവരെല്ലാം വിളിച്ചിരുന്നതെന്നാണ് റിൻസിയുടെ മൊഴി. അടുത്ത കാലത്ത് ഇറങ്ങിയ പല ചിത്രങ്ങളുടെയും പ്രമോഷനും മറ്റ് പ്രചാരണ പരിപാടികളും റിൻസി ഏറ്റെടുത്തിരുന്നു. 22 ഗ്രാം MDMAയുമായാണ് റിൻസിയും സുഹൃത്തും പിടിയിലായത്. തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുത്തു. 2ാം പ്രതി HRDS സെക്രട്ടറി അജി കൃഷ്ണനാണ്. പ്രസംഗം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ളതാണെന്ന് FIRൽ പറയുന്നു. പരാതി ലഭിച്ചിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ നടപടി. PC ജോർജിന്റെ പരാമർശത്തിൽ കേസെടുക്കാമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ്. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ നടന്ന പരിപാടിയിലായിരുന്നു PC ജോർജിന്റെ വിവാദ പ്രസംഗം. ഇന്നലെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ CV പത്മരാജൻ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് കൊല്ലത്ത് നടക്കും. ആനന്ദവല്ലീശ്വരത്തെ വീട്ടിൽ ഉച്ചവരെ പൊതുദർശനമുണ്ടാവും. അർബൻ ബാങ്ക് ഹെഡ് ഓഫീസിലും പൊതുദർശനം നടക്കും. DCC ഓഫീസിൽ ഉച്ചയ്ക്ക് 2 മുതൽ 3 മണി വരെയും പൊതുദർശനമുണ്ടാവും. പറവൂരിലെ കുടുംബ വീട്ടിൽ വൈകിട്ട് 4-നാണ് സംസ്കാരം. പാലക്കാട് ജില്ലയിൽ നിപ ആശങ്ക വർദ്ധിക്കുകയാണ്. സംശയാസ്പദമായ രീതിയിൽ നിപ ലക്ഷണങ്ങളുള്ള വ്യക്തിയുടെ സാമ്പിൾ വിശദ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര സ്വദേശിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 7 പേരും ഐസൊലേഷനിലുണ്ട്. ജില്ലയിൽ ആകെ 385 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വൃക്കകൾ ഉൾപ്പെടെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം ഇതുവരെയും സാധാരണ നിലയിലായിട്ടില്ല. വെന്റിലേറ്റർ സപ്പോർട്ടും ഡയാലിസിസും തുടരുകയാണ്. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് VSനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കർക്കിടകം 1 ഇന്ന് സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിലും പ്രത്യേക ചടങ്ങുകളും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരു വളരെ ഭംഗിയുള്ള മനോഹരമായൊരു കാഴ്ചയുള്ള ദിവസമാണ് ഇന്ന് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടക്കും. പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ അവിടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 65-ലധികം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. ഇത് കാണാൻ 70,000-ലധികം ആളുകൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. രാമായണ മാസമാണ്, കർക്കിടകത്തിൻ്റെ ആരംഭമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. തൃശ്ശൂരിലെത്തുന്നവർക്കൊരു വലിയ കാഴ്ചയുടെ ഒരു ഉത്സവം തന്നെ അവിടെയുണ്ട്. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതും ആനകൾക്ക് ഊട്ട് നടത്തുന്നതൊക്കെ ഒരു മനോഹരമായ കാഴ്ചയാണ്. എവിടം വരെ ആയി അവിടുത്തെ ചടങ്ങുകളൊക്കെ? വെരി ഗുഡ് മോർണിംഗ് ശ്രീജ. ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുംനാഥ ക്ഷേത്ര മണ്ണിലാണ്. ഇവിടെയാണ് ഇന്ന് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആനയൂട്ട് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള മഹാഗണപതി പൂജയാണ് ഇപ്പോൾ നടക്കുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ ഗണപതി പൂജ ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഇത് കാണുന്നതിന് വേണ്ടി 10,000-ങ്ങളാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും തിരക്കായിരിക്കും ഇവിടെ ആനയൂട്ട് നടക്കുമ്പോൾ ആളുകൾ ഇവിടെ എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും 68 ആനകളെയാണ് ഇത്തവണ സംഘാടകർ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കർക്കിടകത്തിലെ ആദ്യ പുലരിയിൽ നടക്കുന്ന ആനയൂട്ടിലുള്ള ഒരുക്കങ്ങളെല്ലാം ഏകദേശം വടക്കുംനാഥ ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 9 മണിയോടെ നടക്കുന്ന ആനയൂട്ടിൽ 100-കണക്കിന് 1000-കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുക. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ആനയൂട്ടെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന്. ഇത്തവണ എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി സുന്ദരൻ, പുതുപ്പള്ളി സാധു, പാറമേക്കാവ് കാശിനാഥൻ തുടങ്ങിയ ആനകളും എത്തും. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജ ഇത്തവണ നടക്കൂ എന്നതാണ് ഏറെ ശ്രദ്ധേയം. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിനുള്ളിൽ ആനകളൊക്കെ ആചാരപരമായി
അണിനിരക്കും. അതിനുശേഷമാണ് ആനയൂട്ട് ഈ ഗജപൂജ നടക്കുന്നത്. ഒപ്പം ഇത്തവണ തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിയും പുത്രിക്കോവിൽ സാവത്രിയും ഉൾപ്പെടെ 9 പിടിയാനകളും ഊട്ടിനെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും 1,20,008 നാളികേരം, 2,500 ശർക്കര, 200 കിലോ നെയ്യ്, 1000 കിലോ അവിൽ, മലര്, ഒപ്പം തന്നെ എന്നിവ ഉപയോഗിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമപ്രസാദവും ഇതിനുശേഷം ആളുകൾക്ക് നൽകും. ഇവിടെ എത്തുന്ന ഭക്തർക്ക് അന്നദാനത്തിനുള്ള സൗകര്യമെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് 6:30 ഭഗവത് സേവയും നടക്കും. ചടങ്ങുകൾക്ക് തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. നമുക്കിവിടെ നിൽക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കുക, ഇവരൊക്കെ സ്ഥിരമായി ഇവിടെ എത്തുന്നവരാണെന്ന്. ഇവിടെ എല്ലാ കാണുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ തന്നെയാണ്. ഇന്നത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു 1000 ആയിരത്തിലധികം ആൾക്കാർ ഇവിടെ എത്തും എല്ലാ വർഷവും. എത്ര ആനകളാണ്? ആനകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 60 ആനകളുണ്ട്. 60 ആനകളും എല്ലാവരും ഇവിടെ എത്തി. ഓക്കെ, താങ്ക് യു. ഇവിടുത്തെ ഒരു ഭാരവാഹി കൂടിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എവിടെന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട് നിന്ന് വരെയാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുക, ഇവിടെ തൃശ്ശൂർ വർക്ക്. ഞാൻ ഇത് രണ്ടാമത്തെ വർഷമാണ് ഈ ആനയൂട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി രാവിലെ 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് പോകാണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ആനപ്രേമി കൂടിയാണ്. അതെ, ആനപ്രേമി, നല്ലൊരു ആനപ്രേമിയാണ്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് രണ്ടാമത്തെ വർഷം ഇത് വരുന്നത് കണ്ടിട്ട് ആനയൂട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ആനയെ ഊട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഊട്ടിയില്ല, ആദ്യമായിട്ടാണ്. ഊട്ടം നോക്കുന്നുണ്ട്, കിട്ടിയാൽ നമ്മൾ കൊടുക്കും. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർക്ക് പോലും ആനകളെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇവിടെ എത്തുകയും അത് വലിയൊരു ഭാഗ്യമായി തന്നെയാണ് ആളുകൾ അതിനെ കണക്കാക്കുകയും ചെയ്യുന്നത്. ശ്രീജ, എന്തായാലും 9 മണിയോടുകൂടിയാണ് ഈ ആനയൂട്ട് ആരംഭിക്കുക. നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. ഇത്തവണ വലിയൊരു ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, ഒരുക്കങ്ങളെല്ലാം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പിന്നെ രാമായണ മാസത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ശരിക്കും രാമായണ മാസത്തിൽ വടക്കുന്നതിൻ്റെ ഒന്ന് ഗണപതിക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ മാസം വളരെ, പഞ്ഞമാസം എന്നാണ് പറയാറ്, പക്ഷേ ഈ ആ മാസം വളരെ നന്നാവും. ഇപ്രാവശ്യത്തെ പ്രത്യേകത ഗജപൂജയും കൂടി ഉണ്ട്. പ്രത്യക്ഷമായിട്ട് ഗണപതിനെ ഇരുത്തി പൂജിക്കുകയാണ്. അപ്പോൾ അത് കാണാനും അത് തൊഴാനും പ്രത്യേകമായിട്ട് പൂജയും ഈ ഗണപതിക്ക് ആഹാരം കൊടുത്താൽ വളരെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും 66 ആനയുണ്ട് പ്രാവശ്യം. വളരെ നല്ല രീതിയിലാണ് എല്ലാവർക്കും പൂർത്തിയായിട്ടുണ്ട്. ആളുകൾക്ക് ഈ ആന ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും എൻ്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 4 മീറ്റർ 4 അടി മാറ്റി വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് ഇപ്പുറത്തുനിന്ന് ആനയ്ക്ക് കൊടുക്കാം. ആനയുടെ അടുത്ത് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് ആനകൾ വരുന്ന സമയമാണ്. അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും എല്ലാം മാറ്റി ഒരുമാതിരി ആൾക്കാർക്കൊക്കെ കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ചികിത്സ അല്ലേ ആനയുടെ? അത് നാളെ തുടങ്ങും. നാളെ ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന് 5 ആനയുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ തുടങ്ങി. നമ്മുടെ ഗുരുവായൂരിന് ശരിക്കും ആനകളെ പുറത്തേക്ക് വിടാറില്ല. വടക്കുന്നവൻ ആനയൂട്ടിന് മാത്രം അവർ 7 ആനേനെ വിട്ട് തരുന്നുണ്ട് ഇപ്രാവശ്യം. അതും ഒരു പ്രത്യേകതയാണ്. അത് ഗുരുവായൂരിന് ശരിക്കും ആനകളെ ചികിത്സ തുടങ്ങി പുറത്തേക്ക് വിടാറില്ല. ഇവിടേക്ക് മാത്രമായിട്ടാണ് പറഞ്ഞു പറഞ്ഞത് 7 ആന വരുന്നുണ്ട്. മഴ ഉണ്ടെങ്കിലാണ് ആനയൂട്ടാവുള്ളൂ. നമുക്ക് എന്താ ഇത്രയധികം ആനകൾ, ചമയങ്ങളില്ലാണ്ട് ആനകളുടെ എന്താ വെച്ചാൽ എല്ലാ ആനകളും ഒരേ രീതിയിൽ കാണുന്നു. ഇവിടെ മാത്രമേ പറ്റുള്ളൂ. 66 ആന ഒരേ സ്ഥലത്ത്, ആടെ ആഭരണങ്ങളില്ലാതെ. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ നെറ്റിപ്പട്ടവും കൊടയും കോലമൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല. ആനകളെല്ലാം ശരിക്കും അതേ രീതിയിൽ മഴ കൊണ്ട് കാട്ടിൽ നിൽക്കുന്ന സുഖത്തിൽ ആനകൾ നിൽക്കുക. പിന്നെ വിഭവസമൃദ്ധമായൊരു സദ്യയുണ്ട് മഴ കഴിഞ്ഞാൽ. ശരി, നന്ദി. ശ്രീജ, നമുക്ക് ആനയെ കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ്. നമ്മൾ എത്ര വേണമെങ്കിലും മടുക്കാതെ നോക്കി നിൽക്കുന്ന ഒരു മൃഗമാണ് ആന. അപ്പോൾ ഈ 68ഓളം ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അതിനെ നമുക്ക് എത്രമാത്രം കണ്ണിനൊക്കെ വലിയ ഒരു കാഴ്ചയാണ്. വലിയൊരു മനസ്സിന് തന്നെ വലിയൊരു സന്തോഷമാണ് ഇത്രയും ആനകൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ ആനകൾ ഓരോന്നായി നിരന്ന് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഈ ഗജപൂജയാണ്. 4 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഗജപൂജ ഇന്നുണ്ട്. അതിൽ പിടിയാനകളും ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഈ ഗജപൂജകൾക്ക് ശേഷമാണ് 9:30 ആനയൂട്ട് നടക്കുക. അത് കാണുന്നതിന് വേണ്ടി 10,000-കണക്കിന് ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. കാരണം തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂർക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഈ ആനയൂട്ട് ദിവസം. അങ്ങനെ ആനകൾക്ക് ആനയെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും ഭക്തർക്കുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യമായി
കരുതി എല്ലാ വർഷവും സ്ഥിരമായി വരുന്ന ആളുകളുമൊക്കെ ഉണ്ട്. നമുക്ക് കാണാം ഓരോരുത്തരും ഇവിടെ രാവിലെ വന്ന് ഇന്ന് അമ്പലത്തിൽ തൊഴുതതിന് ശേഷമാണ് ഈ ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആനകളൊക്കെ നിരന്ന് നിൽക്കുന്ന 68ഓളം ആനകൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ സന്തോഷവും വലിയൊരു മനസ്സിന് തന്നെ വലിയൊരു കുളിർമയ നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. ആളുകളൊക്കെ ഇവിടെ എത്തി. ഇവിടെ ആനയൂട്ടിന് വരുന്ന ആനകളെ കൊണ്ടുവരുന്നത് പോലും വലിയ ഭാഗ്യമായിട്ടാണ് ഈ ആന ഉടമകളും പാപ്പാന്മാരും ഒക്കെ കരുതുന്നത്. അത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു ആനയൂട്ടാണ് ഇന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടക്കുക. അതിനുശേഷം ഭക്തർക്ക് അന്നദാനമുണ്ട്. മുഖ്യ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ആനയൂട്ടിൻ്റെ ചടങ്ങുകളെല്ലാം ആരംഭിക്കുക. ഭക്തർക്കും ആനയെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീജ, ആന പേടിയുണ്ടോ? ആന ചെറിയ പേടിയുണ്ട്. ആനയെ ഊട്ടാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു അടുത്ത ചോദ്യം, അതാണ്. പക്ഷേ തൽക്കാലം ചെറിയ പേടിയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള ധൈര്യം കാണിക്കില്ല എന്ന് ഞാനങ്ങ് ഊഹിക്കുകയാണ്. എന്തായാലും അതൊരു മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ച കാണുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ദിവസം. 68 ആനകൾ. ഈ ആനപ്രേമികളെ സംബന്ധിച്ച് ആന അണിഞ്ഞൊരുങ്ങി വരുന്നതും അവർക്ക് വലിയ സന്തോഷമുള്ളതാണ്. അങ്ങനെ ചമയങ്ങളില്ലാതെ ആനയെ കാണുക, ആനയുടെ ആ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നതും ആനപ്രേമികളെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷമാണ്. അങ്ങനെ ഏതാണ്ട് 10,000-കണക്കിന് ആനപ്രേമികൾ അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആനയ്ക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയത് കാണുന്നുണ്ട്. അതിന് മീതെ ഇരിക്കുന്ന ഉണ്ണിയപ്പം ആണ് ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചത്. എന്തൊക്കെ വിഭവങ്ങൾ അവിടെ നവമിക്ക് എന്താ കാണാൻ പറ്റുന്നത്? ശ്രീജ, അത് വലിയ ഒരുക്കങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി ആനയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കിയത്. അതിലെ കണക്കുകൾ ഇങ്ങനെയാണ്: 1,08,000 നാളികേരം, 2,500 കിലോ ശർക്കര, 200 കിലോ നെയ്യ്, 100 കിലോ അവില്, 100 കിലോ മലര്, തേൻ, നാരങ്ങ എന്നിവ ഉപയോഗിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമ പ്രസാദം അത് പൂജയ്ക്ക് ശേഷം ഇവിടെ എത്തുന്ന ഭക്തർക്ക് നൽകും. ഒപ്പം ആനയൂട്ടിലും ഇതുപോലെ വലിയ വിഭവ സമൃദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആനയ്ക്കും നൽകുന്നത്. ഞാൻ അവിടെ ഉണ്ണിയപ്പം കണ്ടില്ല, ഞാൻ കുറച്ച് പുറകിൽ നിന്നതുകൊണ്ട് ശ്രീജ കണ്ട അത്ര വിഷ്വലിൽ എനിക്ക് കൃത്യമായിട്ട് ഉണ്ണിയപ്പം കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളിവിടെ നിന്നപ്പോ ഇവിടുത്തെ ഭാരവാഹി വന്ന് പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അവിടെ ആഹാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടതോടുകൂടി ഞാൻ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി നോക്കാൻ നിന്നില്ല. വലിയ ഉരുളിയുടെ ഒത്ത നടുക്ക് ഉണ്ണിയപ്പം ഉണ്ട് നവമി, ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്ത് ഒന്ന് നിന്നാൽ ചിലപ്പോ ഉണ്ണിയപ്പം ഒക്കെ കിട്ടും. ഈ വടക്കുംനാഥന്റെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉണ്ണിയപ്പം പാഴ്സലാക്കി വടക്കുംനാഥന്റെ അമ്പലത്തിൽ ചെന്നാൽ നമ്മൾ കിട്ടുമെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് ശ്രീജയുടെ പേരിൽ തന്നെ അങ്ങോട്ടേക്ക് അയച്ചേക്കാം. ശരി, അതിങ്ങോട്ട് എത്താൻ ഇത്തിരി താമസം എടുക്കും, കുഴപ്പമില്ല. പക്ഷേ വടക്കുംനാഥന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ പൂജ കഴിഞ്ഞ് ഈ ഉണ്ണിയപ്പം തരും. അതൊരു പ്രത്യേക ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് എന്ന് മാത്രം ഞാൻ നവമിയെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അത് കിട്ടുമെങ്കിൽ വാങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ വളരെ വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. 68 ആനകൾക്കുള്ള ആനയൂട്ടാണ് ഇന്ന് അവിടെ നടക്കുന്നത്. 50,000-ലധികം ആളുകൾ എത്തും എന്നൊക്കെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അവർക്കൊക്കെയായി അവിടെ അന്നദാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കാഴ്ച കാണുക എന്നത് തന്നെ പ്രധാനമാണ്. ഇത്രയേറെ ഗജവീരന്മാർ ഒന്നിച്ച് നിൽക്കുന്ന ഈ കാഴ്ച തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. അപ്പോൾ കർക്കിടകം 1 ഇന്ന് അവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ ചടങ്ങുകളൊക്കെ തുടങ്ങി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആ കാഴ്ച മുഴുവൻ ആസ്വദിക്കൂ നവമി, വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം നമുക്ക്. ഉമ്മൻചാണ്ടിയുടെ 2ാം ഓർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 6-ന് കൊച്ചി വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ കോട്ടയത്തേക്ക് പോകും. നാളെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ പുഷ്പാർച്ചന നടത്തും. 10 മണിക്കാണ് അനുസ്മരണം. തിരുവനന്തപുരത്തെത്തി AK ആന്റണിയെയും രാഹുൽ കാണും. പാലക്കാട് തൃത്താലയിൽ വലിയ രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോവുകയാണ് കോൺഗ്രസ്. അവിടെ മുതിർന്ന നേതാവായ CV ബാലചന്ദ്രനും അവിടുത്തെ മുൻ MLAയും അവിടുത്തെ ശ്രദ്ധേയനായ നേതാവുമായ VT ബൽറാമും തമ്മിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ആശയ സംഘർഷങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സണ്ണി ജോസഫ് അവിടെ എത്തി ഇരുവരെയും കണ്ടത്.
ഈ വിഷയത്തിൽ സംഘടനാപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനില്ലെന്ന നിലപാടിലാണ് മുൻ MLA VT ബൽറാം ഉള്ളത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ, പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രശ്നമാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും താൻ പ്രതികരിക്കുന്നില്ല എന്നും, പക്ഷേ തൃത്താല മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും ബൽറാം പറഞ്ഞു. സംഘടനാപരമായിട്ടുള്ള ഒരു കാര്യത്തിലും ഞാൻ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എത്ര തവണ ഏതെല്ലാം രീതിയിൽ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങളാണ്. പാർട്ടി നേതൃത്വം അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോകും. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു വാക്കും എന്നിൽ നിന്ന് അക്കാര്യത്തിൽ കിട്ടില്ല. അതൊക്കെ പാർട്ടിക്കകത്തുള്ള കാര്യമാണ്. പരിഹരിക്കേണ്ടതാണോ, പരിഹരിക്കാൻ പറ്റാത്തതാണോ, പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, അത് ഏതെങ്കിലും തരത്തിൽ അതിന് വിഘാതങ്ങളുണ്ടോ, അതൊന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഇന്നലെ അവിടെ എത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇരുവരെയും കണ്ടിരുന്നു. CV ബാലചന്ദ്രനുമായി പ്രത്യേകം ചർച്ചയൊക്കെ നടത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പോൾ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് മുൻ MLA കൂടിയായ VT ബൽറാം പ്രകടിപ്പിക്കുന്നത്. കുറേ ദിവസങ്ങളായി നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സിനിമ പേര് അല്ലെങ്കിൽ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് JSK അല്ലെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നതായിരുന്നു. പേര് മാറി ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയായി വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒക്കെ ഒടുവിൽ സുരേഷ് ഗോപി ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 10 മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം. നടൻ സുരേഷ് ഗോപിയും സംവിധായകൻ പ്രവീൺ നാരായണനും മറ്റ് അണിയറ പ്രവർത്തകരുമൊക്കെ തൃശൂർ രാഗം തിയേറ്ററിലെത്തിയായിരിക്കും ചിത്രം കാണുക. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത്. നവമി ആനയൂട്ട് കാണാൻ പോയതാണെങ്കിലും നവമിയാണ് കുറേ ദിവസങ്ങളായി ഈ വാർത്ത ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് നവമി തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. നവമി, നമ്മൾ ഇങ്ങനൊരു സിനിമയെക്കുറിച്ച്, ഇങ്ങനൊരു പ്രശ്നത്തെക്കുറിച്ച് എന്തായാലും ഈ അടുത്തൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിനിമയിലെ നായികയുടെ പേര് പ്രശ്നമായതുകൊണ്ട് സിനിമ കുറേ ദിവസം വൈകുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനൊക്കെ ഒടുവിൽ ഇന്ന് തിയേറ്ററുകളിൽ എത്തുമ്പോൾ വലിയ പ്രതീക്ഷയുമുണ്ട്. ഒപ്പം എന്തൊക്കെയാണ്, തൃശ്ശൂർ തന്നെ ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ സിനിമയും തൃശ്ശൂർ തന്നെ കാണാം. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സിനിമയുടെ അണിയറ പ്രവർത്തകർ സുരേഷ് ഗോപി അടക്കം ഇവിടെ എത്തുന്നു എന്നറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് നമ്മുടെ ആനയൂട്ടും ഉണ്ടെന്നറിഞ്ഞ് രാവിലെ എന്തായാലും വടക്കുന്നാഥന്റെ സന്നിധിയിലെത്തി. ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അതും വലിയ ഒരു അനുഗ്രഹമായും സന്തോഷമായും കരുതുന്നു. ഇനി നമ്മൾ സിനിമയിലേക്ക് വന്നാൽ ഇന്ന് സുരേഷ് ഗോപിയും മറ്റ് അണിയറ പ്രവർത്തകരും രാഗം തിയേറ്ററിൽ, തൃശ്ശൂരിലെ രാഗം തിയേറ്ററിലാണ് ചിത്രം കാണാൻ എത്തുന്നത്. ഇതിൽ സുരേഷ് ഗോപി കുറച്ച് അമ്മമാർക്കൊപ്പം ഇരുന്നാണ് ഈ സിനിമ കാണുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 10 മണിക്കാണ് സിനിമ ആരംഭിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ അമ്മമാരുടെ ഒക്കെ പ്രതികരണം വരും മണിക്കൂറിലൊക്കെ തേടാം. ഒപ്പം ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരും ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വലിയ വിവാദങ്ങളും കോടതിയും വലിയ നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിലായിരുന്നു ഈ സിനിമ ഒടുവിൽ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇതിലെത്തുമ്പോൾ തന്നെ പല ഭാഗങ്ങളിലും മ്യൂട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ കോടതി രംഗങ്ങളിലെ ചില വാദപ്രതിവാദങ്ങളിൽ ചില ഭാഗങ്ങളിൽ മ്യൂട്ടുണ്ട്. ഒപ്പം ഈ ജാനകി എന്ന പേര് പറയുന്നിടത്തുമൊക്കെ മ്യൂട്ട് ചെയ്താണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് അതും വലിയൊരു ആശങ്കയാണ്. പ്രേക്ഷകർ അത്രയും മുഴുകി ഈ സിനിമയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ബീപ്പ് ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പേര് വരുന്ന ഭാഗത്ത് മ്യൂട്ട് ചെയ്യുമ്പോൾ ആളുകൾ എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ള ഒരു ആശങ്ക കൂടി അണിയറ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും അറിയാം എന്താണ് ഈ സിനിമയ്ക്ക് പിന്നിൽ നടന്നതെന്ന്. അതുകൊണ്ട് അവർ ആ ജാനകി എന്ന പേര് ചേർത്ത് വായിച്ചായിരിക്കും ഈ സിനിമ കാണുക എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകരും ഇന്ന് ഈ 10 മണിക്കായി കാത്തിരിക്കുന്നത്. ഇനി ജാനകിയുടെ വിധി പ്രേക്ഷകരുടെ കയ്യിലാണ്. പ്രേക്ഷകർ ഇരുകയും നീട്ടി ചിത്രത്തെ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും വിശ്വസിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ മാസം 27-ാം തീയതി റിലീസ് ചെയ്യേണ്ട ചിത്രമായിരുന്നു. ഇത്രയും ദിവസത്തെ നിയമ പോരാട്ടം, സെൻസർ ബോർഡിന്റെ ചില പിടിവാശികളെന്ന് തന്നെ പറയാം. ഈ ജാനകി എന്ന പേര് ഹിന്ദു മതത്തിൽപ്പെട്ട ദൈവത്തിന്റെ പേരായതിനാൽ ആ ചിത്രം, ഈ സിനിമയിൽ ഈ കഥാപാത്രം ജാനകി, അനുപമ പരമേശ്വരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്നാണ്. അതൊരു വിക്റ്റിമാണ്, ഒരു പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ നിയമ പോരാട്ടമാണ്. അങ്ങനെ ഒരു വിക്റ്റിമിന് ജാനകി എന്ന പേര് വന്നാൽ ഒരു വിഭാഗം മതവിശ്വാസികൾക്ക് അത് വ്രണപ്പെടുത്തും, അത് വികാരത്തെ വ്രണപ്പെടുത്തും എന്നൊരു വാദമായിരുന്നു സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അപ്പോഴും ശ്രീജ, ഒരു പെൺകുട്ടി പീഡനത്തിനിരയായി അവളൊരു നിയമ പോരാട്ടം നടത്തുന്നതല്ല. അവരുടെ പേര് ഹിന്ദു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദു ദൈവത്തിന്റെ പേരായതാണ് പ്രശ്നമെന്ന സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള ദുർബലമായിട്ടുള്ള വാക്കുകളൊന്നും തന്നെ കോടതിക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 തവണ ഹർജി പരിഗണിക്കുമ്പോൾ പോലും കോടതി ആവർത്തിച്ച് ചോദിച്ചത് ജാനകി
എങ്ങനെയാണ് ഒരു വിഭാഗത്തിൻ്റെ മാത്രം പേരാകുന്നത്? നമ്മളെല്ലായിടത്തും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പേരാണല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ ഈ പേര് മാറ്റണമെന്ന ആവശ്യം? അതും 96 ഇടങ്ങളിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് സിനിമയെ തന്നെ വലിയ രീതിയിൽ സാമ്പത്തികമായി ബാധിക്കും. പിന്നീടുള്ള റീ ഡബ്ബിംഗ് ഇതൊന്നും തന്നെ നടപ്പാകുന്ന കാര്യമല്ല. അങ്ങനെ എന്തായാലും സെൻസർ ബോർഡിൻ്റെ പിടിവാശി, നിർമ്മാതാക്കളുടെ നിയമ പോരാട്ടവും അല്ലെങ്കിൽ ഹൈക്കോടതി വരെ സിനിമ കാണുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം, അപൂർവമായിട്ടുള്ളൊരു സംഭവം പോലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വഹിച്ചിരുന്നു. അങ്ങനെ എന്തായാലും ഇവരുടെ ഒരു പിടിവാശി അവസാനം ഒന്ന് അയഞ്ഞ് ഇവരുടെ സെൻസർ ബോർഡ് ഈ നിർമ്മാതാക്കൾക്ക് ഇളവൊക്കെ നൽകിക്കൊണ്ടാണ് അവസാനം ഇപ്പോൾ റീ എഡിറ്റഡ് വേർഷനാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ചിത്രം തിയേറ്ററുകളിൽ എത്തുവാനും. പ്രേക്ഷകർ കണ്ട് ഇതിനെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് അണിയർ പ്രവർത്തകരുടെയും വിശ്വാസം. ഇന്നലെ കോടതി വീണ്ടും ഈ ഹർജി പരിഗണിച്ചപ്പോൾ സെൻസർ ബോർഡ് കോടതി നിർമ്മാതാക്കൾ അതിൻ്റെ വിശദീകരണവും നൽകിയിരുന്നു. എന്നാലും സെൻസർ ബോർഡ് പറഞ്ഞ ഭാഗങ്ങൾ 2 ഇടങ്ങളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. സർട്ടിഫിക്കറ്റും സെൻസർ ബോർഡ് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതി ആ കേസ് ഇന്നലെ തീർപ്പാക്കി. അതിനുശേഷമാണ് ഇന്ന് തിയേറ്ററുകളിൽ ചിത്രം എത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് 10 മണിയോടുകൂടി ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരോടുമൊക്കെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രതീക്ഷ എത്രമാത്രമാണെന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ കഴിയും. ശ്രീജ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിൽ 10 മണിക്കാണ് ആദ്യ ഷോ. അവിടെ സുരേഷ് ഗോപിയും മറ്റ് അണിയറ പ്രവർത്തകരുമൊക്കെ ഈ സിനിമ കാണാൻ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി അപ്പോഴത്തേക്ക് നവമിയിലേക്കും തൃശ്ശൂരിലേക്കും ഒക്കെ പോവാം. മറ്റ് വാർത്തകൾ നോക്കാം. ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ബന്ധത്തെ തകർച്ചയിലേക്കാണോ നയിക്കുന്നത്? അതിന് അങ്ങനെ ഒരു സംശയം ഉയരുന്നതിന് 4 പ്രധാന കാരണങ്ങളുണ്ട്. ആ 4 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റഷ്യയ്ക്ക് മേൽ സെക്കൻഡറി താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി ഇന്ത്യക്ക് എങ്ങനെയാണ് മോശം വാർത്തയാകുന്നത്? ഇന്ത്യ ഇപ്പോൾ ഒരു സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ നയനിർദ്ദേശം, അതായത് റഷ്യയുമായി വാണിജ്യ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് സെക്കൻഡറി താരിഫുകൾ, അതായത് ദ്വിതീയ താരിഫുകൾ ഏർപ്പെടുത്തുമെന്നത് ഇന്ത്യയുടെ നിർണായക എണ്ണ ഇറക്കുമതിയെ നേരിട്ട് തടസ്സപ്പെടുത്തുകയും അമേരിക്കയുമായുള്ള വ്യാപാരം സങ്കീർണമാക്കുകയും ചെയ്യും. റഷ്യൻ വ്യാപാര പങ്കാളികൾക്ക് 100% തീരുവ ചുമത്തുമെന്ന ഭീഷണി ഇന്ത്യയിലും ഏഷ്യയിലും ദക്ഷിണ അമേരിക്കയിലും ഒക്കെ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. യുക്രൈനിലെ സൈനിക ആക്രമണം 50 ദിവസത്തിനുള്ളിൽ നിർത്താൻ റഷ്യ സമ്മതിച്ചില്ല എങ്കിൽ റഷ്യൻ എണ്ണ, വാതകം, ആയുധങ്ങൾ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ കടുത്ത വ്യാപാര നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്ത്യ, ചൈന, ബ്രസീൽ, തുർക്കി, വിയറ്റ്നാം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെയുള്ള ശേഷിക്കുന്ന വ്യാപാര സഖ്യകക്ഷികളെ ശിക്ഷിച്ചുകൊണ്ട് റഷ്യയെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമമായാണ് ഈ നീക്കത്തെ കാണുന്നത്. ഇനി ഈ ഒരു നീക്കത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു ലക്ഷ്യമാണ് എന്നൊന്ന് പരിശോധിക്കാം. റഷ്യയുമായി സാമ്പത്തിക ഇടപാടുകൾ തുടരുന്ന രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകുന്ന മേഖലകൾക്ക് 100% താരിഫ് ചുമത്താനുള്ള ഒരു പുതിയ ശക്തമായ നടപടി ട്രംപ് പ്രഖ്യാപിച്ചു. ഈ നീക്കത്തിന്റെ ലക്ഷ്യം ഇങ്ങനെയാണ്: റഷ്യൻ കയറ്റുമതിയെ നേരിട്ട് ലക്ഷ്യമിടുന്നതിന് പകരം റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ, അതായത് വാങ്ങുന്നവരെ പിഴ ചുമത്തി അന്താരാഷ്ട്ര വിപണികളിലേക്കുള്ള റഷ്യയുടെ പ്രവേശനം വെട്ടിക്കുറയ്ക്കുന്നതിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനെയാണ് US സെക്കൻഡറി ടാരിഫ്സ് എന്ന് വിളിക്കുന്നത്. റഷ്യയുമായി ഗണ്യമായ വ്യാപാരം നിലനിർത്തുന്ന ഏതൊരു രാജ്യത്തു നിന്നും, പ്രത്യേകിച്ച് ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇവ ബാധകമാകും. ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ പ്രധാനമാണ്. 2022 പാശ്ചാത്യ ഉപരോധങ്ങൾ പ്രാബല്യത്തിൽ വരാൻ തുടങ്ങിയതിനു ശേഷം റഷ്യയുടെ യുക്രൈനിലെ പൂർണ്ണമായ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണയുടെ മുൻനിര 2 ലക്ഷ്യസ്ഥാനങ്ങളായി ഇന്ത്യയും ചൈനയും മാറിയിട്ടുണ്ടായിരുന്നു. 2023 റഷ്യയിൽ നിന്നുള്ള കടൽ മാർഗമുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇരു രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനെ മറികടക്കുകയും ചെയ്തു. റഷ്യൻ സർക്കാർ പിന്തുണയുള്ള ഊർജ്ജ സ്ഥാപനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മൊത്തം അളവിന്റെ 85 മുതൽ 90% സംയുക്തമായി ഇവയായിരുന്നു. ഇന്ത്യ മാത്രം നിലവിൽ പ്രതിദിനം 1.6 മുതൽ 1.7 ദശലക്ഷം ബാരൽ വരെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് ദൈനംദിന എണ്ണ ആവശ്യത്തിന് 35% നിറവേറ്റുമെന്ന് വിപണി വിദഗ്ധർ പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ തുടക്കം മുതൽ റഷ്യ വാഗ്ദാനം ചെയ്ത വലിയ കിഴിവുകൾ കാരണം ഇന്ത്യ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചു. ഈ കഴിവുകൾ യൂറോപ്യൻ യൂണിയൻ നിശ്ചയിച്ച ബാരലിന് $60 താഴെ വില കൊണ്ടുവന്നു. സ്വാഭാവികമായി ഇത് ഇന്ത്യൻ റിഫൈനർമാർക്ക് റഷ്യൻ എണ്ണയെ സാമ്പത്തികമായി ആകർഷകമാക്കുകയും ചെയ്തു. ഇനി റഷ്യയുടെ അസംസ്കൃത എണ്ണ ഗ്രേഡുകൾ മീഡിയം സോർ, അതുപോലെ ലൈറ്റ് സോർ, US-ൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭാരം കുറഞ്ഞതും മധുരമുള്ളതുമായ ക്രൂഡ് ഗ്രേഡുകളെക്കാൾ ഇന്ത്യയുടെ ശുദ്ധീകരണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണ്.
ട്രംപ് കൂടുതൽ ആക്രമണാത്മകമായ ഉപരോധ നയത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷം ആദ്യം പുതിയ US ഇറക്കുമതി തീരുവ ചുമത്തിയ 14 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കിയിരുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ അടുത്ത അമേരിക്കൻ സഖ്യകക്ഷികൾ ഉൾപ്പെട്ട ഒരു പട്ടികയായിരുന്നു അത്. ആ സമയത്ത് ഇന്ത്യയെ ഒഴിവാക്കാനുള്ള US-ന്റെ തീരുമാനം ഒരു നല്ല പ്രവൃത്തിയായി തന്നെ കണ്ടു. പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങളും ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു ഇങ്ങനൊരു നീക്കമുണ്ടായത്. എന്നിരുന്നാലും ഈ ഒരു ഇളവ് എന്നേക്കുമായിരിക്കില്ല എന്ന്, അതായത് ഇത് എന്നേക്കും നിലനിൽക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 2-ന് US തുടക്കത്തിൽ താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും അവയുടെ പൂർണ്ണമായ നടപ്പാക്കൽ 90 ദിവസത്തേക്ക് മാറ്റി. ഓഗസ്റ്റ് 1 വരെ നീട്ടിയ ഗ്രേസ് പീരീഡും നൽകി. ഈ ഒരു സമയപരിധി പാലിച്ചില്ല എങ്കിൽ ഇന്ത്യയെ വീണ്ടും താരിഫ് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കാം. ഇനി ട്രംപിന്റെ പുതിയ അന്ത്യശാസനത്തോട് റഷ്യ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നത് പരിശോധിക്കാം. വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും റഷ്യ വഴങ്ങുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ട്രംപിന്റെ അന്ത്യശാസനം അസ്വീകാര്യമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥർ സെക്കൻഡറി താരിഫ് ഭീഷണി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിന് പകരം ട്രംപിന്റെ അഭിപ്രായങ്ങൾ റഷ്യൻ വിപണികളിൽ ശുഭാപ്തി വിശ്വാസം ഉണർത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രഖ്യാപനത്തെ തുടർന്ന് റഷ്യയുടെ ഓഹരി വിപണി 2.7% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. US ഡോളറിനെതിരെ റൂബിളിന്റെ മൂല്യം വർദ്ധിക്കുകയും ചെയ്തു. 50 ദിവസത്തിനുള്ളിൽ നയതന്ത്ര പരിഹാരം കൈവരിക്കാനാകുമെന്നോ അല്ലെങ്കിൽ ബദൽ വ്യാപാര മാർഗങ്ങളിലൂടെ റഷ്യയ്ക്ക് ഉപരോധങ്ങളെ നേരിടാൻ കഴിയുമെന്നോ നിക്ഷേപകർ വിശ്വസിച്ചേക്കാമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബാക്കിയൊക്കെ കണ്ടു തന്നെ അറിയണം. അതാണ് ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വിദഗ്ധർ എത്തുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. ഭരണഘടനയിലും നിയമങ്ങളിലും വ്യവസ്ഥകൾ ഉണ്ടായിട്ടും രാജ്യത്ത് ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങളും ബഹിഷ്കരണങ്ങളും ഇന്നും തുടരുകയാണെന്ന് ഹൈക്കോടതി. കോട്ടയം കീഴൂർ DB കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുപ്രധാനമായ നിരീക്ഷണം. ഹർജി റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോളേജിലെ മുൻ പ്രിൻസിപ്പൽ CK കുസുമൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് VG അരുണിന്റെ വിധി. ഒഡീഷയിൽ പ്രതിപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടരുകയാണ്. അധ്യാപകനെതിരായ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥിനി കോളേജിനു മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്. 8 പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 6 വരെയാണ് ബന്ദ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആത്മഹത്യയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ടൗൺ പ്ലാനർ പരീക്ഷയുടെ സിലബസിൽ PSC വരുത്തിയ മാറ്റത്തിൽ ഉദ്യോഗാർത്ഥികൾ പ്രതിസന്ധിയിൽ. ടൗൺ പ്ലാനർ തസ്തികയിലേക്കുള്ള നിയമനത്തിന് ടൗൺ പ്ലാനിംഗ് പഠിച്ചവരെ തഴഞ്ഞ് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അവസരം നൽകുന്നുവെന്നാണ് പരാതി. സിവിൽ എഞ്ചിനീയറിംഗ് പരിശീലക സ്ഥാപനങ്ങളുടെ സമ്മർദ്ദത്തിന് PSC വഴങ്ങുന്നു എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ടൗൺ പ്ലാനിംഗ് ഓഫീസർ തസ്തികയിലേക്കും LSGD പ്ലാനിംഗ് വിങ്ങിലെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ തസ്തികയിലേക്കും 2023 ജൂലൈയിൽ പരീക്ഷ നടത്താനാണ് PSC അപേക്ഷ ക്ഷണിച്ചത്. പിന്നീട് പരീക്ഷ സെപ്റ്റംബറിലേക്ക് മാറ്റിവെച്ചു. ഇതിനൊപ്പം സിലബസിലും കാര്യമായ മാറ്റം വരുത്തി. പുതുക്കിയ സിലബസ് പ്രകാരം ടൗൺ പ്ലാനിംഗ് പഠിച്ചവരെ പരിഗണിക്കാതെ സിവിൽ എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും പഠിച്ചവർക്ക് മുൻഗണന നൽകിയെന്നാണ് ആരോപണം. ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി സിവിൽ എഞ്ചിനീയേഴ്സാണ് കയറുന്നത്. അപ്പം ഈ പറയുന്ന B പ്ലാൻ കഴിഞ്ഞവർക്ക് തീരെ ഇതിനകത്ത് ചാൻസും ഇല്ല. കാര്യം അവർക്കാകെ ആൻസർ ചെയ്യാൻ പറ്റുന്നതിന് 15% അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്ത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം എന്നുള്ളതാണ്. പോരാതെ തന്നെ ഇനിയിപ്പോൾ ഈ ചീഫ് ടൗൺ പ്ലാനർ അതും ഇതുപോലൊരു വിഷയമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കാറേ ഇല്ല. അതൊരു പ്രൊമോഷൻ പോസ്റ്റായിട്ടാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതിലും വരുന്നത് ഈവൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അതും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനായിട്ട് ചെയ്തിട്ട് അവരാണ് ഈ CTP എന്ന് പറഞ്ഞ പോസ്റ്റിലും പോകുന്നത്. 50% ചോദ്യങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്നും 35% ആർക്കിടെക്ചറിൽ നിന്നുമാണ്. ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്ന് 15% മാത്രമാണുള്ളത്. പരാതി ഉയർന്നിട്ടും സിലബസ് പരിഷ്കരിക്കാൻ PSC തയ്യാറായിട്ടില്ല. ഇതോടെ ടൗൺ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദം വരെ നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലാകുന്നത്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. നടൻ തിലകന്റെ ഓർമ്മയ്ക്കായി ജന്മനാടായ ഇടുക്കി പെരുവന്താനത്ത് നിർമ്മിച്ച തിലകൻ സ്മാരക പാർക്ക് നാശത്തിന്റെ വക്കിൽ. തിലകന്റെ ഓർമ്മകളെ പഞ്ചായത്ത് അവഹേളിക്കുന്നുവെന്ന ആരോപണമാണ് ഉയരുന്നത്. ഇടുക്കി പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ മണിക്കലിലാണ് നടൻ തിലകന്റെ സ്മരണയ്ക്കായി പാർക്ക് നിർമ്മിച്ചത്.
മണിക്കൽ റബ്ബർ എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്നു തിലകന്റെ പിതാവ്. തിലകൻ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയതും നാടകാഭിനയത്തിന് തുടക്കം കുറിച്ചതും മണിക്കലിലാണ്. തിലകന്റെ ഓർമ്മയ്ക്കായി പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് 1,15,00,000 രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. 2020 സെപ്റ്റംബർ 14 പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ തിയേറ്റർ, കൊട്ടവഞ്ചി, ഇരിപ്പിടങ്ങൾ, പെഡൽ ബോട്ട് എന്നിവയാണ് പദ്ധതിക്കായി ഒരുക്കിയിരുന്നത്. എന്നാൽ 1 വർഷം കഴിയും മുമ്പേ പാർക്കും അനുബന്ധ സംവിധാനങ്ങളും നശിച്ചു തുടങ്ങിയിരുന്നു. ആദ്യ നാളുകളിൽ പ്രവേശന ഫീസിനത്തിൽ പ്രതിദിനം 8,500 രൂപ വരെ ലഭിച്ചിരുന്നു. തദ്ദേശീയരായ 5 പേർക്ക് ജോലിയും നൽകി. മുമ്പ് നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ തിലകൻ സ്മാരകം പൂർണ്ണമായും ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ. അന്തരിച്ച തിലകൻ്റെ പേരിലുള്ള മണിക്കൽ ലേക്ക് ആൻഡ് ടൂറിസം പാർക്ക് നമ്മൾ ഭരണസമിതി പോകുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തി ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാർക്കാണ് ഇന്ന് അനാഥമായി ഒരു ശ്മശാന ഭൂമിയായി ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ തീർച്ചയായും ഈ UDF ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ മനോഹരമായ ലേക്ക് ആൻഡ് പാർക്ക് ഇന്ന് അനാഥമായി കിടക്കുന്നത്. തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ ബോട്ടുകൾ കരയ്ക്കുപേക്ഷിച്ചു. വൈകാതെ സഞ്ചാരികളും സിനിമാ സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം തിലകൻ സ്മാരകത്തെ മറന്നു. പാർക്ക് പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന നിലപാടാണ് പ്രദേശവാസികൾക്ക്. ന്യൂസ് 18 ഇടുക്കി. തൽക്കാലം നമ്മൾ വാർത്തകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.